ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സമഗ്ര ഗ്രാമവികസനത്തിനുമുള്ള വികസിത് ഭാരത് ജി റാംജി പദ്ധതിക്കായി 1,51,000 കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 100 ദിവസത്തിന് പകരം തൊഴിലാളികൾക്ക് 125 ദിവസത്തെ തൊഴിൽ പദ്ധതിയിലൂടെ നിയമപരമായി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജലസംരക്ഷണം, ഗ്രാമീണ അടിസ്ഥാന സൌകര്യ പ്രവർത്തനങ്ങൾ, ഉപജീവന പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണ നടപടികൾ എന്നീ മേഖലകൾക്കാണ് പദ്ധതിയിൽ പ്രാധാന്യം നൽകുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മുന്നോട്ടുള്ള പുരോഗമനപരമായ ചുവടുവയ്പ്പാണ് വികസിത് ഭാരത് ജി റാംജി പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക സംസ്ഥാനത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-നാണ് പ്രസിദ്ധീകരിക്കുക. പട്ടികയിന്മേലുള്ള പരാതികൾ ഇന്നു മുതൽ അടുത്ത മാസം 22 വരെ സമർപ്പിക്കാവുന്നതാണ്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാനാകാത്തവർക്ക് ജനുവരി 22 വരെ ഫോറം 6-ൽ അപേക്ഷ നൽകാം. സഹായത്തിനായി 1950 എന്ന നമ്പറും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റും ഉപയോഗപ്പെടുത്താവുന്നതാണ്. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ എല്ലാ സമ്മതിദായകരും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലും കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ആലപ്പുഴയിലെ നെടുമുടി, കരുവാറ്റ, കാർത്തികപ്പള്ളി, തകഴി, പുറക്കാട് എന്നിവിടങ്ങളിലും കോട്ടയത്തെ കുറുപ്പന്തറ, മാഞ്ഞൂർ, കല്ലൂപുരയ്ക്കൽ, വെള്ളൂർ എന്നിവിടങ്ങളിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്കിൽ ചർമ്മത്തിന്റെ പ്രോസസിംഗ് ആരംഭിച്ചു. അപകടത്താലും പൊള്ളലേറ്റും ചർമ്മം നഷ്ടപ്പെട്ടവർക്ക് ലോകോത്തര ചികിത്സ ഉറപ്പുവരുത്താനാണ് സ്കിൻ ബാങ്ക് സജ്ജമാക്കിയതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രത്യേക താപനിലയിലും സംവിധാനത്തിലുമാണ് ഇവിടെ ചർമ്മം സംരക്ഷിക്കുന്നത്. 3 ആഴ്ചത്തെ കെമിക്കൽ പ്രോസസിംഗിന് ശേഷം അത്യാവശ്യമുള്ള രോഗികൾക്ക് പ്ലാസ്റ്റിക് സർജറിയിലൂടെയും നൂതന സാങ്കേതിക വിദ്യയോടും ചർമ്മം വച്ചുപിടിപ്പിക്കുന്നു. അപകടത്താലും പൊള്ളലേറ്റും ചർമ്മം നഷ്ടപ്പെട്ടവർക്ക് ജീവൻ നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ്. അവയവദാനത്തിൽ പലരും ചർമ്മം നൽകാൻ മടിച്ചതാണ് ചർമ്മം ലഭിക്കാൻ ഇത്രയേറെ വൈകിയത്. എന്നാൽ മൃതദേഹത്തിന് ഒരു വൈരൂപ്യവും ഉണ്ടാക്കാത്ത രീതിയിൽ പുറത്തു കാണാൻ സാധിക്കാത്ത ഭാഗങ്ങളിൽ നിന്നാണ് സ്കിൻ ബാങ്കിന് വേണ്ടി ചർമ്മം എടുക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ പരിചാരകരായ 22,700 പേർക്ക് കൂടി ആശ്വാസകിരണം പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. 2018 ഏപ്രിൽ 1 മുതൽ അപേക്ഷിച്ചിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളെയാണ് ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. പ്രതിമാസം 600 രൂപ വീതം ഇവർക്ക് ലഭ്യമാക്കും. ഭിന്നശേഷി സമൂഹത്തോടുള്ള സാമൂഹ്യ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് പദ്ധതിയുടെ ആനുകൂല്യം ഇത്രയും പേരിൽ കൂടി വ്യാപിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് പുതിയ പദ്ധതിയുമായി കേരള പോലീസ്. പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പദ്ധതിയുടെ സമ്മതപത്രം തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ഡിജിപി റവാഡ ചന്ദ്രശേഖറിന് കൈമാറും. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യങ് ഇന്ത്യൻസിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20ഓളം സ്ഥാപനങ്ങളിൽ പദ്ധതി നടപ്പാക്കും. പദ്ധതിയുടെ ഭാഗമായി മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന പ്രതിജ്ഞ ജോലിയിൽ ചേരുന്ന സമയത്ത് എഴുതി ഒപ്പിട്ടുവാങ്ങും. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര 26-ന് വൈകുന്നേരം സന്നിധാനത്ത് എത്തും. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തുടർന്ന് നടക്കും. 27-നാണ് മണ്ഡലപൂജ. അമേരിക്കയുടെ AST സ്പേസ് മൊബൈൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങി ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്ത്യൻ സമയം നാളെ രാവിലെ 8:54-നാണ് വിക്ഷേപണം. ISROയുടെ LVM-3 M6 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുക. ലോ എർത്ത് ഭ്രമണപഥത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹവും ഇന്ത്യയിൽ നിന്ന് LVM-3യിലൂടെ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ പേലോഡുമായിരിക്കും ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ആഗോളതലത്തിൽ ഉപഗ്രഹത്തിലൂടെ നേരിട്ടുള്ള 4G, 5G കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1801178000 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.